അപ്പോൾ നിങ്ങൾ തമ്പ്നെയിൽ കണ്ട പോലെ ഞാൻ ഇതുവരെ ഇത്രയും സന്തോഷിച്ചൊരു ദിവസം ഉണ്ടായിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ഒരു ഫോട്ടോ കൊണ്ട് കൊടുത്തു കണ്ട അത് എൻ്റെ ഭർത്താവ് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാട്ടോ. എൻ്റെ ജീവിതത്തിൽ അതായത് ഞാൻ എത്രത്തോളം ആഗ്രഹിച്ചാൽ അങ്ങനെ ഒരു ദിവസം അങ്ങനെ എൻ്റെ മാപ്പിളിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു സാധനം ലഭിക്കണം എന്നൊരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിനി. കഴിഞ്ഞ കൊല്ലമൊക്കെ നല്ലോണം പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ. ഇപ്രാവശ്യം അതുകൊണ്ട് എനിക്ക് തീരെ പ്രതീക്ഷയില്ല അതിന്. പക്ഷെ അതെനിക്ക് സർപ്രൈസായിട്ട് നടത്തി തന്നു. എൻ്റെ ആഗ്രഹങ്ങൾക്കൊക്കെ എല്ലാത്തിനും നടത്തിക്കോ ഒന്നിനും എനിക്ക് എതിർപ്പ് പറയാത്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ അത്രയും സന്തോഷിച്ച ദിവസമാണ്. അതേമാതിരി ഒരാഗ്രഹം കൂടി ഞാൻ സൈൻ ലബാൻ എന്തെങ്കിലും ഒരു സാധനം കഴിക്കണം എന്നുള്ളത്. സൈൻ ലബാനല്ല തീ ലബാൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ അരീക്കോട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് എനിക്ക് ഒരു സാധനം ഏതെങ്കിലുമൊക്കെ ഒന്ന് ഇന്നതെന്നൊന്നുമില്ല എന്തെങ്കിലും ഒരു സാധനം ട്രൈ ചെയ്യണമെന്നുണ്ടായിനി. അങ്ങനെ ഞങ്ങളെന്താ പിസ്താഷ്യവും പിന്നത്തെ ന്യൂട്രലും കൂടി കൂട്ടിച്ചേർന്നൊരു 350 ഉറുപ്പിൻ്റെ ഒരു സാധനമുണ്ട്. അതാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത്. ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഞങ്ങൾക്ക് സാധനം ലഭിച്ച്. സംഭവം സൂപ്പറിന്. ഒരു സ്പൂണൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ചെറിയൊരു മധുരവും ചോക്ലേറ്റൊക്കെ പറ്റുന്നവർക്ക് പിന്നെയും കഴിക്കാൻ കഴിയും. ഞാൻ അതിൻ്റെ ആളാണ്, എന്നെ കണ്ടാൽ തന്നെ പറയില്ലേ. അപ്പോൾ സംഭവം സൂപ്പറിന്. ഞാനും എൻ്റെ നാത്തൂൻ്റെ കുട്ടീൻ്റെ മോളും കൂടിയായിട്ട് പോയത്. ഞങ്ങൾ ബാക്കിയാക്കി ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ കൊണ്ടുപോകും. കാരണം ആ മൊയ്വ് ഏതായാലും ഞങ്ങൾക്ക് ഒറ്റയടിക്ക് തിന്നാൻ കഴിയുമല്ലോ. കുറച്ച് മതിയാക്കി പോയാൽ പിന്നെ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെയും കഴിക്കണമായിരുന്നു എന്നൊക്കെ തോന്നിപ്പോകും. അങ്ങനെ ഞങ്ങൾ ബാക്കിയുള്ളത് അവിടുന്ന് പാർസലൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ എന്തെങ്കിലും എരിവുള്ള കൂടി കഴിക്കണം എന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ കുറച്ച് മാറിങ്ങാണ്ട് കുറേ പലതരം ഭക്ഷണങ്ങൾ കിട്ടുന്ന സ്ഥലം ഭക്ഷണം, പിന്നെ കുട്ടികളെ പാർക്ക് മോഡലൊക്കെ ഉള്ള സംഗതിയുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ അങ്ങനെ മോമോസ് കഴിച്ച്. പിന്നെ അതിൻ്റെ എക്സ്പ്രഷനായിട്ടോ ഒക്കെ വെള്ളവും പറ്റിയിട്ട് അതിൻ്റെ ഇതാണ് ഓൾ ഇടുന്നത്. അങ്ങനെ അവിടെ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ടായപ്പോൾ അവിടെ കൊണ്ടുപോയി. കാരണം നമ്മൾ പ്രവാസിൻ്റെ ഭാര്യയും മകളായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ എപ്പോഴും പോകാൻ കഴിയില്ല. എന്ത് പറഞ്ഞാലും ഞാൻ വരട്ടെ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പോകാമെന്നൊക്കെ പറയാമെന്നല്ലാതെ. അപ്പോൾ അങ്ങനെ അവിടെ ഈ ചൂടിന് വേണ്ടി ഈ വെള്ളം അങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്തതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു 7:00 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ തിരിച്ച് പോയി. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.